ഗൈസ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഷോപ്പിംഗ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പെയിന്റ് ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഈ പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നതാണ് നല്ല രസം. വൈറ്റ് പെയിന്റിലേക്ക് നമ്മൾ പറഞ്ഞ കളർ ഇതുപോലൊരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത്. ഞാനിപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒരു വിധം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്തായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ട്. ആദ്യം പോയി ഷോപ്പിൽ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സ് എനിക്ക് കിട്ടി. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു 2-3 ഷോപ്പ് കയറി ഇറങ്ങാണ്ട് ഡ്രസ്സ് എടുക്കൽ നടക്കും. എന്നാലും കയറി ഇറങ്ങുന്ന കടയിൽ നിന്നെല്ലാം മിറർ സെൽഫ് എടുക്കാൻ ഞാൻ മറക്കില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് കസവ് കേന്ദ്രയിലാണ് പോയത്. അവിടെ ഞാൻ വിചാരിച്ച ഡ്രസ്സ് എനിക്ക് രക്ഷപ്പെട്ടു. ഇത്രയും നേരം കഷ്ടപ്പെട്ടില്ലെന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. നോമ്പായതുകൊണ്ട് ഒരു കടയിലും ഫുഡില്ല. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് സാലഡും പപ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ്. ഈ വിശപ്പിന്റെ ബാക്കി വീട്ടിൽ പോയാലും തുടർന്നുള്ളത് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫേർണിച്ചർ ഷോപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്കൊരു ചെറിയ ടേബിൾ മേടിക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ജഗ പോകാം. അതിനുശേഷം ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ പോയി ബൈ.